നമസ്കാരം. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ പുതിയൊരു ഗവൺമെൻറ് അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ അവകാശം ആകുമോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFും LDFും പ്രകടന പത്രികയിൽ ഉറ്റുനോക്കുകയാണ്. ക്ഷേമ പെൻഷൻകാർക്ക് 2021 LDF പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. 3000 രൂപയാക്കുമെന്നായിരുന്നു UDFിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. എന്നാൽ തുടർഭരണം കിട്ടിയിട്ട് 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴേക്കും ക്ഷേമ പെൻഷനിൽ 100 രൂപയുടെ വർധനവ് പോലും വരുത്താൻ പിണറായി സർക്കാരിന് തയ്യാറായില്ല. 5 ബഡ്ജറ്റുകളിലായി 100 രൂപ വീതം കൂട്ടിയിരുന്നു എങ്കിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ 2100 രൂപയായി ഉയർന്നേനെ. നിലവിൽ ക്ഷേമ പെൻഷൻ 2 ഗഡു കുടിശ്ശികയാണ്. ക്ഷേമ പെൻഷൻ നൽകാൻ രൂപീകരിച്ച പെൻഷൻ കമ്പനിക്ക് 23,000 കോടി രൂപയോളം സർക്കാർ നൽകാനുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നവർക്ക് 6 മാസത്തെ വേതനവും നൽകാനുണ്ട്. എന്തായാലും ഈ ആഴ്ചയിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ ആനുകൂല്യമല്ല, ക്ഷേമ പെൻഷൻ അവകാശമാണ് എന്ന് സർക്കാർ പ്രഖ്യാപിക്കണം. അങ്ങനെയെങ്കിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ എല്ലാ മാസവും കൃത്യമായി ലഭിക്കും. 2026 പ്രകടന പത്രികയിലേക്ക് ഉറ്റുനോക്കുകയാണ് ക്ഷേമ പെൻഷൻ ജീവനക്കാർ.